ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് MG സർവകലാശാലയിലും ഗവർണറുടെ അസാധാരണ ഇടപെടൽ. സിൻഡിക്കേറ്റിലേക്ക് VC നൽകിയ പട്ടിക വെട്ടി. ഡീൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെ 3 പേരുകളിൽ 2 ഒഴിവാക്കി ഗവർണർ നിയമനം നടത്തി. ഡോക്ടർ വസന്ത ഗോപാൽ, ഡോക്ടർ പ്രമോദ് ഗോപിനാഥൻ, ഡോക്ടർ റോബിനറ്റ് ജേക്കബ് എന്നിവരെയാണ് നിയമിച്ചത്. ഡോക്ടർ K ജയചന്ദ്രൻ, ഡോക്ടർ PP നൌഷാദ്, ഡോക്ടർ റോബിനറ്റ് ജേക്കബ് എന്നിവരെയായിരുന്നു VC ശുപാർശ ചെയ്തത്. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗവർണർ വിടുന്നില്ല അല്ലേ? വെട്ടോടു വെട്ടാണ്. ആണ് അരുൺകുമാർ. ഗവർണർ പിന്നാലെ തന്നെ നിൽക്കുകയാണ്. ഗവർണർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തും എന്ന തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. MG യൂണിവേഴ്സിറ്റിയിലെ ഡീൻ വിഭാഗത്തിൽ നിന്ന് സിൻഡിക്കേറ്റിലേക്ക് 3 പേരുടെ ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ സർക്കാരിൻ്റെ കൂടി താല്പര്യപ്രകാരം VC-മാർ ഒരു ലിസ്റ്റ് ലോക്ഭവനിലേക്ക് അയക്കുകയും അവിടെ നിന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് രീതി. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. MG യൂണിവേഴ്സിറ്റി VC 3 പേരുകൾ നൽകി. ഡോക്ടർ K ജയചന്ദ്രൻ, ഡോക്ടർ PP നൌഷാദ്, ഡോക്ടർ റോബിനറ്റ് ജേക്കബ് എന്നീ 3 പേരുടെ പേരുകളായിരുന്നു നൽകിയത്. അതിൽ ഡോക്ടർ റോബിനറ്റ് ജേക്കബിനെ മാത്രം നിലനിർത്തി മറ്റ് 2 പേരുകളും വെട്ടി എന്നു മാത്രമല്ല പുതിയ പേര് ചോദിക്കുകയും ചെയ്തില്ല. പകരം ഗവർണർ തന്നെ 2 പേരെ നിയമിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഇതിനെ സർക്കാർ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ തന്നെ ഡിജിറ്റൽ സാങ്കേതിക VC-മാരുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടവും അതിനിടയ്ക്ക് പാരലായി സമവായ ശ്രമങ്ങളും നടക്കുകയാണ്. അതിനിടയ്ക്കാണ് സർക്കാരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ള ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അരുൺകുമാർ, യഥാർത്ഥത്തിൽ നമ്മുടെ പഴുതുകൾ എവിടെയൊക്കെയുണ്ടോ ആ പഴുതുകൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു സംഘപരിവാർ രീതി. അതുകൊണ്ടാണ് ഇപ്പോൾ പാനലിൽ നിന്ന് VC കൊടുത്ത പാനലിൽ നിന്ന് ഡീനുകളുടെ പേര് വെട്ടിമാറ്റി പകരം അവിടെ ചാൻസലർ ആയിട്ടുള്ള ഗവർണർ ഒരു പാനൽ കൊടുത്തിരിക്കുന്നത്. നിയമപരമായി എതിർക്കാൻ കഴിയുമോ? എതിർക്കാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് പാലിക്കേണ്ടത് VC കൊടുക്കുന്ന ആ ഉത്തരവാദിത്വമല്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഒരു അവകാശത്തെ അല്ലേ അത് ചോദ്യം ചെയ്യുന്നത്? എന്ത് ചെയ്യാം? അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.